Good morning. Good morning. Good morning. Good morning. Good morning, ma'am. Morning all. Good morning, ma'am. Morning. എല്ലാവർക്കും good morning കേട്ടോ. Good morning. Okay. Good morning. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അശ്വതി. Good morning, ma'am. Good morning. Good morning. Okay. അപ്പൊ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, മാം. സൂപ്പർ. ഓക്കെ സൂപ്പർ ആയിരുന്നു അല്ലേ? കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അല്ല മോളെ, ഇത് വേറെ ചാപ്റ്റർ ആണ് കേട്ടോ. ഞാൻ എടുക്കുന്നത് വേറെ ചാപ്റ്റർ ആണ്. ഞാൻ നിങ്ങൾക്ക് പറയും, എടുക്കുന്ന ദിവസം പറയും ഏതാണ് ചാപ്റ്റർ. അതിന്റെ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് പറയൂ കേട്ടോ. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും കിട്ടാത്തതോ മനസ്സിലാക്കാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ചോദിക്കുക കേട്ടോ. ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ അപ്പൊ നന്നായിട്ട് വായിച്ചു തന്നെ പോവാ. ഓരോ ദിവസത്തെ ക്ലാസ്സും പ്രിന്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ട് അന്നുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അപ്പൊ വായിച്ച് പോവാ. അങ്ങനെ അത് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം. ചോദിച്ചോ. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ ഈ ഫൈനൽ എക്സാമിൽ ഇടുന്നത്? അപ്പൊ ഇതുപോലെ തന്നെ പഠിക്കണോ ഇത്രയും എസ്സേ ആയിട്ട്? അങ്ങനെ ഇല്ല, ഒബ്ജക്റ്റീവ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരും. ഓക്കെ, മോക്ക് എക്സാം ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയായിരിക്കും അതിന്റെ മോഡലിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താണ് വഴിയെ പറഞ്ഞു തരും. ഇപ്പൊ തന്നെ പേടിക്കണ്ട. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. അധികം പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എസ്സേ പോലെ ഒന്നും ഭയങ്കരതായിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ PDF ഒക്കെ തരും. അത് എടുക്കാനായിട്ട് പറ്റും. ഇവിടുന്ന് നിങ്ങൾ പറയൂ എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, യാതൊരു കാരണവശാലും ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. പഠിക്കാനുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോവുക. നോട്ട്സ് എഴുതാനുള്ള കാര്യങ്ങൾ അപ്പ നോട്ട്സ് എഴുതി. അപ്പൊ ഓക്കെ മാം, നോട്ട്സ് തരുമ്പോ വൺ വേർഡ് ആയിട്ടാണോ തരുന്നത് അതോ എസ്സേ ആയിട്ടാണോ? എസ്സേ ആയിട്ടല്ല. അപ്പൊ ഞാൻ എന്റെ നോട്ട്സ് പോയിന്റ് വൈസ് ആയിരിക്കും. ഇനി കുറച്ച് പാരഗ്രാഫ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് എടുത്താൽ മതി. ഞാൻ പറഞ്ഞു തരാം, അപ്പൊ നോട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇതിനും എന്റെ നോട്ട്സ് ഉണ്ടാകും. അപ്പൊ നോട്ട്സ് എഴുതി പോവാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Yes, ma'am. ഓക്കെ, ഞാൻ ചാപ്റ്റർ 3 ആണ് ഇട്ട് എടുക്കുന്നത്. ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. ഓക്കെ, പ്ലീസ് നെയിം. എന്റെ പേര് അശ്വതി എന്നാണ് മോളെ. അശ്വതി എന്നാണ് കേട്ടോ പേര്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് പാസ്റ്റിലുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നോട്ട്സ് ഉണ്ടാവും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള. അതിന് നോട്ട് ചെയ്ത് പോവുക. ഞാൻ തുടങ്ങുവാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാമിന്റെ പേര്? എന്റെ പേര് അശ്വതി എന്ന്. കേട്ടില്ലേ? എല്ലാവരും കേട്ടില്ലേ? അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയതായിരിക്കുന്നു. അശ്വതി. ഓക്കെ, traditional healthcare systems in India. In India, besides the existence of modern medicine, traditional medicinal practices continues to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. Okay. അതായത് നമ്മുടെ ഇന്ത്യയില് ഒന്ന് ഓർത്ത് നോക്കിയേ,
നമ്മൾ പഴയ കാലത്ത് സിനിമയിലൊക്കെ കാണില്ലേ പണ്ടത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അല്ലെ? ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളോ മറ്റൊന്നും തന്നെ എന്തില്ല, പണ്ടത്തെ കാലത്തില്ല. അപ്പോ ഇന്ത്യയില് മോഡേൺ മെഡിസിൻ നിലനിൽക്കുമ്പോൾ തന്നെ, എല്ലാവരും മ്യൂട്ട് ചെയ്യുക കേട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്. ഓക്കെ, ഇന്ത്യയിലെ മോഡേൺ മെഡിസിൻ നിലനിൽക്കുമ്പോൾ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് രീതികൾ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ രാജ്യത്ത് മൊത്തത്തില് ഉണ്ടായിരുന്നു. അതായത് അലോപ്പതി സംവിധാനം, ഇംഗ്ലീഷ് മരുന്നുകളുടെ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കുമ്പോഴും പരമ്പരാഗത രീതിയിലുള്ള നാട്ടുവൈദ്യം പോലുള്ള ട്രീറ്റ്മെന്റുകളും എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയില് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ചില പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ട്രഡീഷൻ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയുർവേദ. ഓക്കെ, അതായത് നമ്മുടെ പണ്ടത്തെ ആൾക്കാർ തുടങ്ങി ഇപ്പോഴത്തെ തലമുറയിലുള്ള ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ യോഗ, ഓക്കെ, പിന്നെ യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ഇതൊക്കെ എന്താണ്? പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രാക്ടീസ് ആണ്. ഓക്കെ, ഇപ്പോഴത്തെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അലോപ്പതി മരുന്നുകൾ അവര് എന്താ പറയാ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യാനാണ് അത് പെട്ടെന്ന് നമുക്ക് സാധിക്കുന്നത്? ഇപ്പൊ ഓടിപ്പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഇപ്പൊ രസം വന്നാൽ നമ്മൾ ഓടിപ്പോയി എന്ത് ചെയ്യുള്ളൂ? അലോപ്പതി ഇംഗ്ലീഷ് മരുന്നുകളുടെ ട്രീറ്റ്മെന്റിൽ നമ്മൾ എടുക്കുള്ളൂ. എന്നിരുന്നാൽ കൂടിയും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരമ്പരാഗതമായിട്ടുള്ള ട്രീറ്റ്മെന്റും അതിന്റെ ചികിത്സാ രീതികളൊക്കെ ആളുകൾ എടുക്കുന്നുണ്ടെന്നാണ് ഈ ഒരു പാരാഗ്രാഫില് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ നോക്കി വന്ന് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ഈ കാര്യങ്ങളെ, അതായത് എത്ര എണ്ണം ഉണ്ട്? ആയുർവേദയുണ്ട്, യോഗയുണ്ട്, യുനാനി, 4, 5, 6 കാര്യങ്ങൾ. ഈ 6 ചികിത്സാ രീതികളെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ആയുഷ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പൊ ഈ 6 ചികിത്സാ രീതികളെ കൂടി ഒന്നിച്ച് പറയുന്ന പേരാണത് ആയുഷ്. ഓക്കെ, അപ്പൊ നമുക്ക് ആയുഷിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം. നിങ്ങൾക്കറിയാം ആയുഷിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ്? ആയുഷ് എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെയാ കേട്ടിരിക്കുന്നേ? പരസ്യത്തില് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ മെഡിസിൻസിന്റെ ഇതിലൊക്കെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ളതാണെന്ന് പറയുന്നുണ്ട് ഓരോ മെഡിസിൻ. ആയുഷിന്റെ മന്ത്രാലയം ഇല്ലേ? ആ, അതെ, അതാണ് ആ പോയിന്റിലേക്കാണ് വരാൻ പോകുന്നത് കേട്ടോ. ആയുഷ് മന്ത്രാലയം അല്ലെങ്കിൽ എന്താണ്? ആയുഷിന് കീഴിലുള്ളതാണെന്ത്? ഈ ആയുർവേദയും യോഗയും യുനാനിയും സിദ്ധയും ഒക്കെ. ഓക്കെ, ആയുഷ് മന്ത്രാലയത്തിന് അല്ലെങ്കിൽ ആയുഷ് മിനിസ്ട്രിക്ക് കീഴിൽ അണ്ടറിൽ പ്രവർത്തിക്കുന്നതാണ് ഇതൊക്കെ. അതൊക്കെ അതിന്റെ രജിസ്റ്ററിലാണ് വരുന്നത്. ഇപ്പൊ ആയുർവേദ ആയാലും യോഗ ആയാലും ഒക്കെ എന്താണ്? നമ്മൾ ചില സെന്ററിൽ ചെല്ലുമ്പോൾ, ഇപ്പൊ യോഗ സെന്ററിൽ നമ്മൾ യോഗ ചെയ്യാനായിട്ട് ചെന്നു, അവിടെ നമ്മൾ അവരുടെ ഫ്ലെക്സ് കാണുമ്പോൾ അവർ പ്രത്യേകം അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാകും എന്താ? ആയുഷ് സർട്ടിഫൈഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കിപ്പോ യോഗയിലെ ഒരു ഡിപ്ലോമ കോഴ്സ് നമ്മൾ കഴിയുകയാണെങ്കിൽ നമുക്ക് അവര് സർട്ടിഫിക്കറ്റ് തരുമ്പോ എന്താണ്? അത് ആയുഷിന്റെ അപ്രൂവഡോട് കൂടിയിട്ടാണ് എന്ത് തരുന്നത്? നമുക്ക് സർട്ടിഫിക്കറ്റ് അവര് തരുന്നത്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ഈ ഹെൽത്ത് കെയർ ഒക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ആയുഷിന്റെ അണ്ടറിലാണ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആയ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്, ഇതൊക്കെ വരുന്നത് ആയുഷിന്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആയുഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലെ? അപ്പൊ ഞാൻ ആദ്യം ഒന്നും പറയാം, അതിനുശേഷം നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ മതി. എന്റെ കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആയുഷിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ മിനിസ്ട്രി അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ആയുഷ് എന്ന് പറയുന്നത് ഒരു മിനിസ്ട്രിയാണ്. ഓക്കെ, ഒരു മന്ത്രാലയമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക മന്ത്രാലയമാണത് ആയുഷ്.
Okay, the ministry under the government of India. രണ്ടാമത് ഇത് ഫോം ചെയ്തത് ഓക്കെ ഫോംഡ് ഇൻ 9 November 2014. 2014 നവംബർ 9-നാണ് എന്ത് ഫോം ചെയ്തത്? ആയുഷ് മന്ത്രാലയം ഫോം ചെയ്തത്. ഓക്കെ ഇനി ആയുഷ് ഈസ് എ നെയിം ഡിവൈസ് 2014 നവംബർ 9-നാണ് ഇത് തുടക്കം കുറിച്ചത്. 9 November 9 November 2014. 9 November 2014. ഓക്കെ 2016 മാം? 14 മോളെ 2014 ആണ് കേട്ടോ. മാം ഡേറ്റ് ഒന്ന് പറയോ? നവംബർ നവംബർ 9. നവംബർ 9. ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആയുഷ് ഈസ് എ നെയിം ഡിവൈസ്ഡ് ഫ്രം ദ നെയിംസ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അതായത് ആയുഷ് എന്ന് പറഞ്ഞ ആ ഒരു പേര് ഡിറൈവ് ചെയ്ത് വന്നത് ആയുർവേദ ഫസ്റ്റ് ലെറ്റർ ആയ എ, യോഗയുടെ ഫസ്റ്റ് ലെറ്റർ വൈ, അതുപോലെ യുനാനി ഫസ്റ്റ് ലെറ്റർ യു, അതുപോലെ തന്നെ സിദ്ധയുടെ ഫസ്റ്റ് ലെറ്റർ എസ്, അതുപോലെ ഹോമിയോപ്പതിയെയും നാച്ചുറോപ്പതിയെയും നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഹോമിയോപ്പതിയുടെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എച്ച് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയോ ആയുഷ് എന്ന് പറയുന്ന പേര് എന്താ അർത്ഥമാക്കുന്നതെന്ന്? Yes, ma'am. ഓക്കെ സ്പീഡ് കൂടുതലാണോ? ആണോ? പറയോ? ഒന്നുകൂടി പറയാം മോളെ. ആയുഷ് ഈസ് എ നെയിം. ആയുഷ് ഈസ് എ നെയിം ഡിവൈസ്ഡ് ഫ്രം ദ നെയിംസ്. ഡിവൈസ്ഡ് ഫ്രം ദ നെയിംസ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. Okay. ഓക്കെ Okay, miss. ഓക്കെ ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അഥവാ എയിം, ലക്ഷ്യം എന്താണെന്നാണ് കേട്ടോ. ഓക്കെ അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ എയിം എന്നൊന്ന് എഴുതുക, എന്നിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ, ഞാൻ അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഒന്നുകൂടി പറയാം. It is responsible for. Ma'am, ഒന്നുകൂടി പറഞ്ഞേ. It is responsible for. It is responsible for developing education and research of traditional medicine systems in India. Traditional medicine systems in India. Research of traditional, പരമ്പരാഗതമായിട്ടുള്ള. ഓക്കെ ട്രഡീഷണൽ. പറയൂ. ആദ്യം തുടങ്ങി പറയണോ? It is responsible for developing education and research of traditional medicine systems in India. ഓക്കെ ആയുഷിന്റെ ഡെഫിനിഷൻ ആണോ മാം?
അല്ല നമ്മളിത് ഇതിന്റെ എയിമാണ്, ആയുഷിന്റെ എയിമാണ് ഞാൻ പറയുന്നത്. ലക്ഷ്യം, ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതായത് ഈ മേഖലകളിലുള്ള പഠന ഗവേഷണങ്ങളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. ഓക്കെ, അതായത് ഇപ്പോ ആയുർവേദ ആയാലും യോഗയായാലും യുനാനി ആയാലും എന്താണ് ഓരോരോ, അതായത് പുതിയ പുതിയ നൂതനമായിട്ടുള്ള കാര്യങ്ങള് അവര് കണ്ടുപിടിക്കുന്നു. ഇപ്പോ ആയുർവേദയില് ഒരു പുതിയൊരു ചികിത്സാ രീതി കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അതിനെ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ആയുഷ് സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആയുഷ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയം നിലവിൽ വന്നത്. ഇപ്പൊ നമ്മുടെ അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ, നമ്മുടെ മോഡേൺ ഹോസ്പിറ്റൽ, അതായത് അലോപ്പതി ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകള് ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിപ്പ വന്നു അല്ലെങ്കിൽ എന്താ പറയാ കൊറോണ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ വാക്സിൻസ് ആദ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? കോവിഷീൽഡും കോവാക്സിനും ഒക്കെ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേക മുൻഗണന കൊടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട് വാക്സിൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിന് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകം നമ്മുടെ രാജ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടെ നിൽക്കുന്നുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ. കാരണം എന്താ? ആളുകളുടെ ജീവൻ എന്താ ഇതിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് വാക്സിൻസ് കൊടുത്താലാണ് ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ? രോഗം വരാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് മരുന്നുകളുടെ അല്ലെങ്കിൽ ആ ഒരു മോഡേൺ ഹെൽത്തിന്റെ കാര്യത്തിൽ, ആ ഒരു മോഡേൺ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലൊക്കെ എന്താണ് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ചികിത്സാ രീതികളിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അതിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രാലയം രൂപം കൊണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത് കേട്ടോ, ആയുഷിന്റെ. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ആയുർവേദയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെയാ അറിയാം ആയുർവേദയെ കുറിച്ച് നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഇലകളും വേരുകളും ഒക്കെ കൊണ്ടാണ് നമ്മൾ ആയുർവേദ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല. ക്ലിയർ ആവുന്നില്ല? ആയുർവേദം വളരെ പഴയൊരു മെഡിസിൻ ആണ്. ചികിത്സാ രീതിയാണ്. It's ancient medicinal system in India. പരമ്പരാഗതമായ ചികിത്സാ രീതിയാണ് ആയുർവേദം. ഓക്കെ. എന്താണ് നമുക്ക് ബെനിഫിറ്റ് അതിന്റെ? കൂടുതൽ responsible for developing education and research of traditional medicine system in India. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. സൈഡ് എഫക്റ്റ് ഇല്ല. സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല, ശരിയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സൈഡ് എഫക്റ്റ് ഇല്ല. പിന്നെ Natural ingredients. എന്താ? Using natural ingredients for making medicine. ആണ് ആയുർവേദ മരുന്നുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ. ലോങ് ടേം റിസൾട്ട് ആണല്ലേ കിട്ടുക? ശരിയാണ്. Not chemicals. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്, നമ്മുടെ നാച്ചുറലിൽ നിന്നും കിട്ടുന്ന അസറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. ശരിയാണ് അല്ലെ. നമ്മുടെ അതായത് പ്ലാന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്, മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഓക്കെ, ഏകദേശം പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിക്കോളൂ, സ്ലൈഡിലൊന്ന് നോക്കിക്കോളൂ. The Ayurveda, meaning science of life, system deals with the causes, symptoms, diagnosis and treatment based on all aspects of well-being, mental, physical and spiritual. അതായത് ആയുർവേദം എന്ന് പറയുന്നത് എന്താ? ഒരു ശാസ്ത്രമാണ്. ഓക്കെ, അതായത് ലൈഫിന്റെ ഒരു സയൻസ് എന്ന് പറയും, ജീവിത ശാസ്ത്രം എന്ന് പറയും.
അതിനകത്ത് ഈ ആയുർവേദ ഡീല് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എല്ലാ തരത്തിലുമുള്ള, അതായത് മെന്റൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, സ്പിരിച്വൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇപ്പോ ഒരു ഹ്യൂമൻ ബോഡിയിലെ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്ന എന്തൊക്കെയാണ്, അതായത് കോസസ് എന്തൊക്കെയാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ രോഗനിർണയം, ഡയഗ്നോസിസ് എങ്ങനെയാണ്, ചികിത്സ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡീല് ചെയ്യുന്നത് ആയുർവേദ ഡീല് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ നാട്ടില് ആയുർവേദം വന്നിട്ട് ഇപ്പൊ എന്താണ്, ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ഓക്കെ, it is the Indian system of medicine seen 5000 years in India. ഓക്കെ, ആയുർവേദയെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആയുർവേദ എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക. It is the Indian system of medicine. Indian system. It is the Indian system of medicine seen 5000 years in India. Seen 5000 years in India. സീലിംഗ് ആണോ മാം? സീൻ എന്നാണ് കേട്ടോ മോളെ, SCENE. സീൻ 5000 years in India. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് എന്ത് ഈ ആയുർവേദം ഇവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് കേട്ടോ. ഒന്നുകൂടി പറയോ? 5000 years in India. മാം അങ്ങോട്ടും പറയൂ. ഒന്നുകൂടി പറയണോ? ആദ്യം തൊട്ട് പറയണം. ആയുർവേദ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. It is the Indian system of medicine seen 5000 years. എന്താ? SWN അല്ലേ സീൻ? SCENE. CENE. 5000 years in India. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞോട്ടെ. പറഞ്ഞോ മാം. മാം. യെസ് മാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ? നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പറയാം. അക്കോർഡിംഗ് ടു ആയുർവേദ, everything is composed of earth is composed, COMPOSED, composed of earth കമ്പോസ്ഡ് ഓഫ് ആണോ മാഡം? composed of earth, space, സ്പേസ് ആണോ? SPACE സ്പേസ്. SPACE space. earth, space, air. ബഹിരാകാശം അല്ലേ? എന്താ? സ്പേസിന്റെ അർത്ഥം ബഹിരാകാശം എന്നാണോ? കേക്കുന്നില്ല മോളെ. ആ സ്പേസിന്റെ എർത്ത് കഴിഞ്ഞുള്ള സ്പേസിന്റെ അർത്ഥമേ മാഡം ബഹിരാകാശം എന്നാണോ? ആ, ആകാശം എന്ന അർത്ഥം കേട്ടോ. സ്പേസ് ഞാൻ പറഞ്ഞുതരാം. സ്പേസ് കോമ എയർ. ഞാൻ ആദ്യം നിങ്ങളൊന്ന് എഴുതിയെടുക്കൂ. എയർ, AIR, എയർ കോമ ഫയർ, FIRE, ഫയർ. അറിയാം. വാട്ടർ,
Water. ഓക്കെ വാട്ടർ. അതിന്റെ നേരെ തന്നെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഇറ്റ് ഈസ് കോൾഡ് ആസ് പഞ്ചമഹാഭൂതാസ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് പഞ്ചമഹാഭൂതാസ്. ഒന്നുകൂടി പറഞ്ഞു മാഡം. ഇറ്റ് ഈസ് It is called Panchamahabhutas. Panchamahabhutas. Okay. അപ്പോ ആയുർവേദം പറയുന്നതനുസരിച്ച് അക്കോർഡിംഗ് ടു ആയുർവേദ എന്താ പറയുന്നേ, അതായത് നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ സബ്സ്റ്റൻസ് എല്ലാനും, അതായത് പ്രപഞ്ചത്തിലെ ഓരോ ചെറു കണിക പോലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാ? എല്ലാത്തിലും എന്തുണ്ട്? എർത്ത്, സ്പേസ്, എയർ, ഫയർ, വാട്ടർ. ഈ 5 നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ആകാശം, വായു, ഭൂമി, അതുപോലെ തന്നെ അഗ്നി, ജലം. ഈ 5 കാര്യങ്ങൾ കൂടി അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പഞ്ചമഹാഭൂതാസ് എന്ന് പറയുന്നത്. പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമോ അല്ലെ ചെറുകഥകളിലൊക്കെ. അപ്പൊ ഈ 5 കാര്യങ്ങളും നമ്മുടെ ഭൂമിയില്, നമ്മുടെ പ്രകൃതിയില് എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അടങ്ങിയിട്ടുണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. Is it clear? Clear ആണോ? Yes, ma'am. ഓക്കെ. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. വാട്ട് ഈസ് ദ 5 elements ഓഫ് നേച്ചർ? ഏതൊക്കെയാണ് 5 elements ഓഫ് നേച്ചർ? And fire. ഓക്കെ. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ചോദ്യമായിട്ട് എഴുതുക. വാട്ട് ഈസ് ദ 5 elements ഓഫ് നേച്ചർ? What is the 5 elements of nature? Okay, ഏതൊക്കെയാണ്? എയർ, സ്പേസ്, ഫയർ, Fire, water. ഓക്കെ. ഓക്കെ, എല്ലാരും എഴുതിയെടുത്തോ? Yes, ma'am. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, പ്രകൃതിയിൽ എന്താണ്, എല്ലാത്തിലും എന്ത്, നമ്മുടെ നേച്ചറിലെ എല്ലാ അതിലും എന്തുണ്ട്? ഈ പഞ്ചമഹാഭൂതമുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ബോഡിയിലും എന്തുണ്ട്? ഇതുണ്ട് അല്ലെ? പക്ഷെ എങ്ങനെയാ കാണപ്പെടുന്നത്? എങ്ങനെയാ കാണപ്പെടുന്നേ? അതറിയാമോ നിങ്ങൾക്ക്? പറഞ്ഞുതരാം കേട്ടോ. They exist in human body in combined form like Vata, Pitta, Kapha. കേട്ടിട്ടുണ്ടോ? അതായത് ഈ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ബോഡിയിലെ, ഹ്യൂമൻ ബോഡിയിലെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് 3 ഫോംസിലാണ്. ഒന്ന് വാത, 3 കഫ. ഓക്കെ. ഇതിനെയാണ് നമ്മള് ആയുർവേദ ശാസ്ത്രം അനുസരിച്ചിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. Existing harmony. They exist in human body. ക്ലിയർ ആയില്ല മാം? ക്ലിയർ ആയില്ലേ? ഇല്ല. അതായത് നമ്മളിപ്പോ പഞ്ചമഹാഭൂതാസ് പറഞ്ഞല്ലോ. എല്ലാ എന്താണ് നമ്മുടെ നേച്ചറിലെ എല്ലാ സബ്സ്റ്റൻസിലും എന്തുണ്ട്? പഞ്ചമഹാഭൂതമുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തുണ്ട്? ഇത് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ വേറൊരു ഫോമിലാണെന്ന് മാത്രം. അതിനെയാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത് വാത, പിത്ത, കഫ. ഓക്കെ, ഓക്കെ മാം. ക്ലിയർ ആയി. അതൊന്ന് എഴുതിയെടുത്തോ. They exist in human body. They exist in human body in combined form like ഒന്നും കൂടെ പറയാമോ? they exist എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന. They exist in human body
in human body in combined form like first vada. First എന്താണ് വാദ. Second pitta. Third kapha. മാം കഫയാണോ മാം? തേർഡ് എന്താ മാം? കഫയാണോ? കഫ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. കഫ് എന്ന് എഴുതിയാൽ മതി. സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയൂ. പറയൂ കേട്ടോ. ലാസ്റ്റ് ഫ്ലം എന്ന് എഴുതിയാൽ മതി നിങ്ങള്. വേണമെങ്കിൽ കഫ് എന്ന് ബ്രാക്കറ്റിൽ ഇടാം. ഫ്ലം PHELGM കഫം. PHELGM. സ്പ്യൂട്ടം ഇട്ടാ മതി. എന്താ മാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? ക്ലിയർ ആയില്ലായിരുന്നു. വാദ പിത്ത കഫ മൂന്നെണ്ണം എഴുതിയോ? അതിനകത്ത് മൂന്നാമത്തത് കഫ്, അതായത് കഫ് പറഞ്ഞില്ലേ നിങ്ങൾ? അതിന്റെ ഒഫീഷ്യൽ, അതായത് ഇതിനായിട്ടുള്ള പേരാണ് ഫ്ലം എന്ന് പറയും. PHELGM. അതിനെയാണ് കഫം എന്ന് പറയാ. PHELGM. ഓക്കെ, ഒന്നുകൂടെ പറ മാഡം. PH ഞാനിവിടെ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ PHELGM ഫ്ലം. കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കിട്ടിയോ? കിട്ടി മാം. ഓക്കെ, ഇത്രയും സെക്കൻഡ് ഒന്ന് പറയോ? എന്താ സെക്കൻഡ് ഒന്ന് പറയോ? വാദ പിത്ത. സ്പെല്ലിംഗ് ഒന്ന് പറയൂ. PITH. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. ആരെങ്കിലും ഒരാൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞത്. ആരാ പറയാ? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ആയുഷ് ആദ്യം പറഞ്ഞത്. ആയുഷ് എന്ന് പറയുമ്പോഴത്തേക്കും ദ മിനിസ്ട്രി അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 9/10/2014. അതില് ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി. Ayush is the name devised from names Ayush. ആയുഷ് എന്ന് പറയുന്നത് ആയുർവേദത്തെയും യോഗയെയും യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ആയുഷ് എയിംസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഓഫ് ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റം ഇൻ ഇന്ത്യ. ആയുർവേദ, പിന്നെ നോട്ട് കെമിക്കൽസ്, സൈഡ് എഫക്റ്റ് ഇല്ല. It is the Indian system of medical seen 5,000 years in India. According to Ayurveda, everything is composed of the space, air, fire, water. It is called as Pancha Mahabhutas. In the existing in human body, in combined human body, Vata, Pitta, Kapha. ഒരാൾക്കും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വാത, പിത്ത, കഫ ഈ 3 ഫോമിലാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പഞ്ചമഹാഭൂതാസ് ഇൻക്ലൂഡഡ്
അതായത് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി they are in harmony with each other, but in human body one of them is dominating and is called as ഡിസീസ്. ഓക്കെ, അതായത് ഇപ്പൊ വാദമായാലും പിത്തമായാലും കഫമായാലും നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുണ്ട് അല്ലെ, എല്ലാവരുടെയും ഹ്യൂമൻ ബോഡിയിൽ എന്തുണ്ട്? ഈ 3 കാര്യങ്ങളുണ്ട്, വാദ പിത്ത കഫ. ഈ 3 കാര്യങ്ങളും ഈക്വൽ ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് ഉണ്ടാകുന്നത്. ഇപ്പൊ വാദവും പിത്തവും കഫവും ഒക്കെ എന്താണ്? ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, അതിന്റെ 3ന്റെ ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ വാദത്തിന്റെയോ പിത്തത്തിന്റെയോ കഫത്തിന്റെയോ അളവില് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നേ? രോഗം ഉണ്ടാകുന്നതെന്നാണ് ആയുർവേദ ശാസ്ത്രം ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? ഇതൊരു സയൻസ് ആണ്. അതുകൊണ്ട് ഇത് നമ്മളെന്താണ് എന്താ പറയാ, നമുക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതാണത്. ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ വാദ പിത്ത കഫ, ഈ 3 എണ്ണത്തില് ഇപ്പൊ കഫത്തിന്റെ അളവിൽ കൂടുതലായിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് നമ്മുടെ ബോഡിയിൽ ഡിസീസ് ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത്, ആയുർവേദ ലാർജ്ലി യൂസസ് പ്ലാന്റ്സ് ആസ് റോ മെറ്റീരിയൽസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ്. അതായത് ആയുർവേദ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് സസ്യങ്ങൾ, പ്ലാന്റ്സ് എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മെഡിസിൻ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി, മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് എടുത്തിട്ടാണ് അവരത് നിർമ്മിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞതാണ്, ആയുർവേദിക് മെഡിസിൻസ് ആർ ജനറലി സേഫ് ആൻഡ് നോ സൈഡ് എഫക്ട്സ്. ഓക്കെ, അതായത് ആയുർവേദിക് മെഡിസിൻ എന്ന് പറയുന്നത് സേഫും ആണ്, പിന്നെ എന്താണ്? അതിന് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ആയുർവേദത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്നോട്ട് പറഞ്ഞോട്ടെ. യെസ് മാം. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം, they are in harmony with each other. They are in harmony with each other. ഒന്നുകൂടി പറയാമോ മാഡം? ഈക്വൽ ആയിട്ട് പോണം എന്നാണ് പറയുന്നത് കേട്ടോ. They are in harmony with each other. HARMO. വിത്താണോ മാം? വിത്താണോ? വിത്താണ്. ഹാർമണി വിത്ത്. They are in harmony with each other. But in human body, ഒന്നുകൂടി പറയാമോ മാഡം? ക്ലിയർ ആയില്ല. they are in harmony with each other. Harmony with each other. But in human body, ബട്ടാണോ വാട്ടാണോ മാം? but in human body, one of them is dominating. One of them is dominating. ഒന്നുകൂടി പറയാമോ മാം? One of them is dominating. Dominate ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആധിപത്യം. അതായത് ഒന്ന് മറ്റൊന്നിന്റെ മേലിൽ ആധിപത്യം ഉറപ്പിക്കുക, ഒന്നിനേക്കാളും കൂടുതലായിട്ടിരിക്കുക. ഡൊമിനേറ്റ്. Dominating is called as disease.
ഡിസീസ്. ഇതിനെയാണ് ആയുർവേദത്തിലെ രോഗം എന്ന് പറയുന്നത് കേട്ടോ. മാം ആ സെന്റൻസ് ഒന്നും കൂടെ പറയാമോ? ഏതാ? വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? വൺ ഓഫ് ദം. വൺ ഓഫ് ഡോമിനേറ്റിംഗ്. ING ചേർക്കണം കേട്ടോ. ഡോമിനേറ്റിംഗ്. Dominating is called disease. Is called as disease. Disease. പോയിന്റ് ആയിട്ടാണോ മാം എഴുതേണ്ടത്? പോയിന്റ് ആയിട്ട് എഴുതട്ടെ. ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ മാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. Ayurveda largely uses ആയുർവേദ largely means widely, കൂടുതലായിട്ട് കേട്ടോ. ലാർജ്ലി ആണോ ലാസ്റ്റ്ലി ആണോ? നോക്കിയേ, ഇത് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ലാർജ്ലി. ഓക്കെയാണ് മാം. ലാർജ്ലി യൂസസ്, ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഉദ്ദേശം. ലാർജ്ലി യൂസസ് എന്താ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് ആയുർവേദ? പ്ലാന്റ്സ്. ഒന്നുകൂടെ പറയാമോ? യൂസർ കഴിഞ്ഞിട്ട് യൂസസ് പ്ലാന്റ്സ്. യൂസസ് കഴിഞ്ഞോ? പ്ലാന്റ്സ് കേട്ടോ. പ്ലാന്റ്സ് as raw materials. ഒന്നുകൂടി പറയോ? ഞാനൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അതാണല്ലേ കുറച്ചുകൂടി നല്ലത്. ഡ്രഗ്സ്. മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ്. ഫോർ അല്ല, ടോപ്പ് ആണ്. നോക്കിയാ നിങ്ങളൊന്ന് കമന്റ് ബോക്സില്. മാഡം ഒന്നുകൂടെ ക്ലിയർ ആയില്ല. Ayurveda largely uses plants as raw materials for the manufacture of drugs. പ്ലാന്റ്സ് റോ മെറ്റീരിയൽസ് ആണോ ആൻഡ് റോ മെറ്റീരിയൽസ് ആണോ? മോളെ ദേ ആ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയേ. മാഡം ആ റോ മെറ്റീരിയൽസ് എന്നിട്ടൊന്ന് പറയോ? റോ മെറ്റീരിയൽസ് വരെ പറയണോ? റോ മെറ്റീരിയൽസ് കഴിഞ്ഞിട്ട്. ആയുർവേദ ലാർജ്ലി യൂസസ് പ്ലാന്റ്സ് ആൻഡ് ആണോ ആസ് റോ മെറ്റീരിയൽസ് ആണോ? ആസ് ആണ്. raw material for manufacture of drugs. ഒന്നുകൂടി പറഞ്ഞേ. റോ മെറ്റീരിയൽസ് For manufacture of drugs. അയ്യോ അതല്ല, പ്ലാന്റ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ആണോ? മാഡം ആസ് ആണ് കേട്ടോ. ആസ്. ഓക്കെ. അയ്യോ എല്ലാരും എഴുതി കഴിഞ്ഞോ? മാഡം ഒന്ന് റോ മെറ്റീരിയൽസ് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് പറയാമോ? റോ മെറ്റീരിയൽസ് വരെ പറയണോ? അത് കഴിഞ്ഞിട്ടൊന്ന് പറയാമോ? For manufacture of drugs. അയ്യോ എല്ലാരും കൂടി കമന്റ് ബോക്സ് നോക്ക് കേട്ടോ. കമന്റ് ബോക്സ് നോക്കി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. Ayurveda largely use plants as raw material for manufacture of drugs. ഓക്കെ, മിടുക്കി ഷിജിന. ഓക്കെ,
എല്ലാവർക്കും കിട്ടിയോ? ഇനി കിട്ടാത്തവരുണ്ടോ? കിട്ടി കിട്ടി മാം. ലാസ്റ്റ് പോയിന്റ് പറയാണ് കേട്ടോ. ആയുർവേദിക് ആയുർവേദിക് ആണോ മാം? ആയുർവേദിക് മെഡിസിൻസ് കേട്ടോ ആർ generally safe സുരക്ഷിതമാണ്. ജനറലി സേഫോ? സേഫ് എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷിതം, സേഫ് ആണെന്ന് കേട്ടോ. നോ സൈഡ് എഫക്ട്സ്. ഇനഫ് ആണോ മാം? നോ സൈഡ് എഫക്ട് എന്നല്ലേ മിസ്സേ? അതെ അതെ, ഇനഫ് ആണോ? നോ. കമന്റ് ബോക്സ് നോക്കുക കേട്ടോ, ചെക്ക് ചെയ്ത് വന്നാ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ? കണ്ടു മാം. എഴുതാത്തവരുണ്ടെങ്കിൽ അവിടെ നോക്കി എഴുതി എടുക്കുക കേട്ടോ. ഇതൊക്കെ പഠിക്കണം കേട്ടോ തരുന്നേ, പഠിക്കില്ലേ? ഹലോ അപ്പൊ നമ്മ ആയുർവേദ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താ? യോഗ. ഒരാളത് വായിച്ച് ശ്രീകുട്ടി വായിക്കാം. സരിത ഉണ്ടോ അവിടെ? യോഗ വായിക്കട്ടെ മാം. വായിച്ചു. Is both a science and art that process. മാം എനിക്ക് ക്ലിയർ ആവുന്നില്ല മാം. Promotes. Yoga both a science and an art that promotes healthy living physically, mentally, morally and spiritually. ഓക്കെ. എന്താണ് നമുക്കറിയാം അല്ലെ? ആരെങ്കിലും ഒക്കെ യോഗ ചെയ്യാൻ പോകുന്നുണ്ടോ? എത്ര പേര് യോഗ ചെയ്യുന്നുണ്ട്? ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര നാളായി പോകുന്നേ? സരിതയാണോ പോകുന്നേ? അല്ല മാം, ഞാനല്ല. സിമിയാ. എത്ര നാളായി പോകുന്നേ? 6 months ആയിട്ട് യോഗ പോയി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെയ്യുന്നു റെഗുലർ ആയിട്ട്. ചെയ്തല്ലേ? എന്തൊക്കെയാ ബെനിഫിറ്റ് ഉണ്ട്? എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായി? എന്തൊക്കെയാ? ഗുണങ്ങളേ ഉള്ളൂ. ഞാൻ നല്ല വെയിറ്റ് ആയിരുന്നു, വെയിറ്റ് ലോസ് ആയി. പിന്നെ നമുക്ക് നല്ല എന്താ പറയാ, മൈൻഡ് ഭയങ്കര കാമായിരിക്കും എപ്പോഴും. നല്ല ഒരു ആരെടുത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം തോന്നത്തില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇപ്പൊ നടുവേദന, കാൽമുട്ട് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. മൈൻഡ് എപ്പോഴും റിഫ്രഷിങ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഉപയോഗം. അപ്പൊ ഒരുപാട് ബെനിഫിറ്റ് അല്ലെ, ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് എന്ത് യോഗ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് ഇതൊരു സയൻസ് ആണ് അല്ലെ. യോഗ എന്ന് പറയുന്നത് എന്താണ്? ഒരു സയൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു ആർട്ട് ഫോം ആണ് അല്ലെ. ഒരു ആർട്ടല്ലേ അത്? കുറെ അഭ്യാസങ്ങളില്ലേ അതിനകത്ത് അല്ലെ? പ്രാണായാമം, അതുപോലെ ശവാസനം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്തുണ്ട് അല്ലെ? സൂര്യ നമസ്കാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് യോഗയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇതൊരു സയൻസുമാണ്, അതുകൂടാതെ ഇതൊരു ആർട്ടുമാണ്. ഓക്കെ. എന്താ ചെയ്യുന്നേ? അതായത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ, ആളുകളുടെ ഹ്യൂമൻ ബീങ് അല്ലെ, ഓരോ ഹ്യൂമൻസിനും എന്താണ് അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ലിവിങ്. ഓക്കെ. അത് ഫിസിക്കലി മാത്രമല്ല, ഫിസിക്കലി ഫിറ്റ്നസിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ യോഗ ചെയ്യുന്നേ, മെന്റലി അതുപോലെ തന്നെ സ്പിരിച്വലി നമ്മൾക്ക് മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആത്മീയപരമായിട്ടുള്ള അല്ലെ ആ ഒരു പ്രമോഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യോഗ നമ്മള് ചെയ്യുന്നത്. ഒരു യോഗ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയുള്ള യോഗ പ്രാക്ടീസിലൂടെ നമുക്ക് എന്താണ് സ്ഥിരമായിട്ട് എന്ത് ലഭിക്കും? ഹാപ്പിനെസ് ഉണ്ടാകും അല്ലെ. ചെയ്തവർക്ക് അറിയാം അല്ലെ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെ.
നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കും, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ആയിരിക്കും എന്തുണ്ടാവുക, യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക അല്ലെ, ഒരു ടാസ്ക് ആണത്. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് ഇതൊരു സയൻസ് ഫോം ആണ്, അതുപോലെ തന്നെ ഇതൊരു ആർട്ട് ഫോമും കൂടിയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഹോർമോണൽ കേൾക്കുന്നില്ലല്ലോ മാം. മാം ക്ലിയർ ഇല്ല. കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. മാം കേൾക്കുന്നില്ല. ഹലോ, ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. ഇന്നാണ് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറി. ഇന്നലെ എന്തൊക്കെയാ പഠിപ്പിച്ചേ? ഇന്നലെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, പിന്നെ ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തേ? അത് ഇന്ന് ഇന്ന് മുതലാണ് ക്ലാസ്. ക്ലാസ് ചെയ്തായിരുന്നു. പിന്നെ ഇതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഓരോ ദിവസമാണോ തന്നെ? അത് പഠിപ്പിക്കുന്ന മാത്രമേ ഉള്ളോ? അതിനെ പറ്റിയൊക്കെ വല്ലതും പറഞ്ഞോ? ഓരോ മൊഡ്യൂള് കഴിയുമ്പോൾ ടെക്സ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, അതോ നമ്മള് നോട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുവാണോ? അവര് പ്രിന്റ് തരും നമുക്ക്. അവർ എടുക്കുന്ന ചാപ്റ്റേഴ്സും മൊഡ്യൂൾസും നമുക്ക് പ്രിന്റ് തരും. പ്രിന്റ് എടുക്കാനായിട്ട് പറയും, നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. സോ അതിന് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് നോട്ട്സ് കൂടെ തരും. അതിലില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഇതാവുന്ന കാര്യങ്ങൾ നമുക്ക് നോട്ട്സ് കൂടെ തരും. അത് നോക്കിയിട്ട് നമ്മൾ പഠിക്കണ്ടേ. എല്ലാ മൊഡ്യൂൾ കഴിഞ്ഞാലും ഓരോ എക്സാം ഉണ്ടാവും. ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പോയിന്റ്സ് ഒക്കെ പറയണം, അതൊക്കെ എഴുതിയെടുക്കണം. എൻ്റെ പേര് രജനു എന്നാട്ടോ. കുറച്ച് പേരേ ഉള്ളൂ, അതെല്ലാരും പോയതാണോ? കുറെ പേര് പോയി. 200 എബോ ഉണ്ടായിരുന്നു, കുറെ പേര് പോയി. ആണല്ലേ, ഓക്കെ. മിസ്സിന്റെ നെറ്റ് എന്തോ കണക്ട് ആയിട്ടില്ലാന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ക്ലാസ് ആവില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ നെക്സ്റ്റ് ക്ലാസ് ആവില്ല, നെറ്റ് എന്തെങ്കിലും പോയതായിരിക്കും. ഹലോ ചിലപ്പം ഇത്ര രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണോ? 10:30 സ്റ്റാർട്ട് ചെയ്തതാണോ? അതെ 10:30 സ്റ്റാർട്ട് ചെയ്തതാ. പക്ഷെ അത് വേറൊരു മാം ആയിരുന്നു, അവര് 11:30 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ഈ മാം. എടോ, നമുക്ക് സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ? അതായിരിക്കും നല്ലത്. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ പേര് ഇത് ചിലർ എല്ലാരും വർക്ക് ചെയ്യണം. ഞാൻ വർക്ക് ചെയ്യണ ആളാണ്, അപ്പൊ എനിക്ക് കുറെ നേരം ഒന്നും കേറാൻ പറ്റത്തില്ല ചില സമയത്ത്. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. കാര്യം അവരുടെ അഡ്മിൻ നമുക്ക് കയറി മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ. അഡ്മിൻ ഗ്രൂപ്പ് അല്ലേ അവരുടെ ഉള്ളത്. അതെ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. എന്റെ പേര് സൗമ്യ എന്നാണ്. ഗ്രൂപ്പ് നല്ലത്. ഹലോ, ഓക്കെ. ആരെങ്കിലും ഒരാൾ അഡ്മിൻ ആയിട്ട് ഇരുന്നിട്ട് എല്ലാരെയും കൂടെ ആഡ് ചെയ്തോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേര് ഇപ്പൊ ഗ്രൂപ്പില് ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൽ ഉള്ളവരെയൊക്കെ അതിനകത്തേക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താലും മതി. എന്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 2-3 ആള് കൂടി നമ്പർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആരുടെ നമ്പർ ഇട്ടെങ്ങനെ പേരെന്ന് പറയാമോ? ഹലോ നമ്പർ ഇട്ട ആളുടെ പേരെന്ന് പറയാമോ? ശ്രീജ. ഒന്ന് പറഞ്ഞുതരാമോ? എന്റെ പോയി 95. എന്താണ് ആ നമ്പർ ഒന്ന് പറഞ്ഞുതരാമോ? അല്ല, അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്പർ പറഞ്ഞ ഗ്രൂപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. പേര് പറഞ്ഞ് എഴുതിയെടുത്ത് ആഡ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കും. ഓക്കെ, ഞാനിതിൽ എന്തായാലും സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇതിലുള്ള ആൾക്കാരുടെ നമ്പർ അയച്ച ആൾക്കാരുടെ ആഡ് ചെയ്യാം. എന്നിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം ഗ്രൂപ്പിന്റെ. അതുപോരെ? മതിയാവില്ല. ഗ്രൂപ്പ് ചേർക്കുമ്പോ എന്നെയും കൂടെ ഒന്ന് ചേർക്കണേ.
ആ ഏകദേശം എല്ലാവരും നമ്പർ അയച്ചിട്ടുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഞാൻ നമ്പർ അയച്ചിട്ടില്ല, എന്റെയും കൂടി ഒന്ന് ആഡ് ചെയ്യണേ, എനിക്ക് ഇതിനകത്ത് ഒന്നും മനസ്സിലായില്ല. ആ ഓക്കെ നമ്പർ തന്നാ മതി കേട്ടോ. എന്റെ പേര് സരിത എന്നാണേ. എന്താണ് നമ്പർ പറഞ്ഞോട്ടെ? എന്റെ പേര് സരിത. ഇതിങ്ങനെ നമ്പർ പറയട്ടെ? ഒരു മിനിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ പേര് 62. ഒരാള് പറയാമോ? ഞാൻ 8589 037 104. പേരെന്താ? സൗമ്യ. സൗമ്യ അല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, എന്റെ നമ്പർ പറഞ്ഞോട്ടെ. സരിത. ആ പറഞ്ഞോളൂ. 62 ആ 82 82 ആ 39 ഓക്കെ 37 ആ 22. ഓക്കെ. എന്റെ പേര് എന്റെ സരിത. നമ്പർ സരിത. എന്റെ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യണേ. ഹലോ, ആ പ്രിൻസിന്നാണേ. ഹലോ, പ്രിൻസിപ്പല്ലേ? അതെ 790 800 23 23 ആ 23 783. സോറി എന്റെ നമ്പർ പറഞ്ഞോട്ടെ ഒന്ന്. 783. ഹലോ, പറയാവേ 790 ആ 23 ആ 23 783 പറഞ്ഞു കൊടുത്തവർക്ക് മനസ്സിലാവില്ല. 783 ആ. ഓക്കെ ഓക്കെ. കേൾക്കാൻ പറ്റുന്നില്ല? ഹലോ, എന്റെ നമ്പറും കൂടി ഒന്ന്. എന്റെ നമ്പർ പറയട്ടെ. 97 45 മാം വന്നിട്ടുണ്ട്. 15 ആ ഓക്കെ ഓക്കെ മാം. 17 ഹലോ ക്ലാസ്സിലൊന്ന് ശ്രദ്ധിക്കോ? പിന്നെ മാം വന്നിട്ടുണ്ടേ. മാം വന്നിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. അതെ, നെറ്റിന്റെ ഒരു ഇഷ്യൂ വന്നു, അതാണ് പെട്ടെന്ന് കട്ടായി പോയത്. അത് മനസ്സിലായി മാം. ആ ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? അതായത് ഹോർമോണൽ ഡിസീസിനൊക്കെ എന്താണ് പ്രിവെന്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത് യോഗ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തുള്ളൂ യോഗയെ കുറിച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതൊരു സയൻസ് ഫോം ആണ്, കൂടാതെ ഒരു ആർട്ട് ഫോം ആണ്. പിന്നെ എന്താണ് മെന്റലി സ്പിരിച്വലി ആയിട്ടുള്ള എന്താണ് വെൽബീയിങ്ങിന് എന്ത് ചെയ്യുന്നു? ഇത് സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോർമോണൽ കൺട്രോൾസ് എന്ത് ചെയ്യുന്നു? യോഗ കൺട്രോൾ ചെയ്യുന്നു. ഇത്രയും കാര്യം കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആയി മാം. ആ ക്ലിയർ ആണ് മാം. ക്ലിയർ ആയല്ലേ? അപ്പൊ ഇനി അടുത്തത് യുനാനി ആണ് കേട്ടോ. നമുക്ക് യുനാനി കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യുനാനി നിങ്ങൾ യോഗയുടെ നോട്ട് തന്നില്ലല്ലോ മാം. യോഗയുടെ നോട്ട്സ് അധികം ഇല്ല, 2 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ നോട്ട്സ് കൂടുതലായിട്ട് തരിക. ഈ നോട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുവോ? ഓക്കെ, ഈ നോട്ട് ഇടാം. നിങ്ങൾ എഴുതിയെടുത്തിട്ടില്ലേ ഇത്? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മതിയോ? ആ മതി മതി, നോട്ട് ചെയ്ത് പോയാ മതി കേട്ടോ. ഓക്കെ. യുനാനിയെ കുറിച്ച് ഓക്കെ മാം. യുനാനി യുനാനി എന്താ യുനാനി മെഡിസിൻ? ഫാദർ ഓഫ് യുനാനി ആരാണെന്ന് അറിയാമോ? അറിയില്ല. അല്ലല്ലോ, സ്ക്രീൻ കാണാം. ഇല്ല മാം, ഇല്ല. ഫാദർ ഓഫ് യുനാനി
ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. കേട്ടിട്ടുണ്ടോ ഹിപ്പോക്രാറ്റസ്? സ്ക്രീൻ കാണുന്നില്ല മാം. കിട്ടില്ല. നോട്ട് കാണുന്നില്ല കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല. കാണുന്നുണ്ടോ? നോ മാം. ഇല്ല മാം. ഓക്കെ ഓക്കെ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നോട്ട് ഇടാം, PDF ഇടാം. ഒരു പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഫാദർ ഓഫ് യുനാനി ആരാണെന്ന്. ഹിപ്പോക്രാറ്റസ് ആണ് ഫാദർ ഓഫ് യുനാനി. ഓക്കെ, ഒന്നുകൂടി പറയുന്നു. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് ആണോ? ഹിപ്പോക്രാറ്റസ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ. ടൈപ്പ് ചെയ്യാം. മാം അപ്പൊ യോഗന്റെ പോയിന്റ്സ് പറയാണ്ട് യുനാനിന്റെ എഴുതാൻ പറ്റുമോ? ആ, യോഗയുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. പോയിന്റ്സ് എഴുതണ്ടേ? അത്രയും ഉള്ളൂ. അത് യോഗയെ കുറിച്ചിട്ട് അത്രയും ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്, കൂടുതലായിട്ടില്ല. എന്താണ് ഫാദർ ഓഫ് യുനാനി? ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോള് ഒരു ചെറിയൊരു ഇത് തരാം. ഹിപ്പോക്രാറ്റസ് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, ഹിപ്പോക്രാറ്റസിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു 2-3 പോയിന്റ്സ്, ഡീപ്പായിട്ടൊന്നും വേണ്ട, 2-3 പോയിന്റ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ചെയ്യാനായിട്ട് സമയം കിട്ടിയത് നമ്മുടെ മാഡം ഈ മനുഷ്യന്റെ മെന്റൽ ഫിസിക്കൽ ഹോർമോൺ കൺട്രോൾ എന്താ മോളെ കേട്ടില്ല കേട്ടോ. മനുഷ്യന്റെ ഹിപ്പോക്രാറ്റസിനെ കുറിച്ച് 2-3 പോയിന്റ്സ്, ഒരു ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി തരണ്ടേ, അതുകൊണ്ട് തന്നതാ. ഓക്കെ, യോഗയുടെ ഡെഫിനിഷൻ പറഞ്ഞത് ഹിപ്പോക്രാറ്റസ് ആരായിരുന്നു എന്നൊക്കെയാണോ മാം? എന്താ മോളെ? ഹിപ്പോക്രാറ്റസ് ആരാണെന്നൊക്കെയാണോ എഴുതണ്ടേ? ആ, ഹിപ്പോക്രാറ്റസ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത്, ആരായിരുന്നു, അങ്ങനെയുള്ള 2-3 പോയിന്റ്സ്. താങ്ക് യു മാഡം. ഓക്കെ, അപ്പൊ വൈൻഡ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. ഈ യോഗയുടെ ക്ലാസ് ഉണ്ടോ മാം? താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. 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 നിങ്ങൾക്ക് ലിങ്ക് വഴി കേറാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പില്. ഗ്രൂപ്പിലിട്ടോ? ആ, എനിക്ക് എല്ലാവരുടെയും കൂടെ നമ്പർ ടൈപ്പ് ചെയ്ത് അപ്പം നിങ്ങൾ ഷെയർ ചെയ്യോ? എന്താണ് ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, ആഡ് ചെയ്യാലോ. 799. ഞാൻ മെസ്സേജ് ഇട്ടാ മതിയോ? എന്തോ മെസ്സേജ് ഇട്ടാ മതിയോ? കമന്റ് ഇട്ടാ മതിയോ? 799 ഒന്ന് പറഞ്ഞാലും മതിയാവും. ഹലോ, 799. ഒരു മിനിറ്റ് കേട്ടോ. നമ്പർ പറയോ? സോറി കേട്ടോ. 977 977 8